ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പി ആയിട്ടാണ്. പാവക്കയും മാങ്ങയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പാവക്ക മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാവക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ സൈസിലുള്ളൊരു പാവക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 200 ഗ്രാം കാണും ഈ പാവക്ക. കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെളുത്ത കളറിലുള്ള പാവക്ക എടുക്കുന്നതാണ് നല്ലത്. കൂടുതൽ പച്ച കളറിൽ പാവക്ക എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കയ്പ്പായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി എടുത്താൽ മതിയാകും. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാങ്ങയുടെ പുളി നോക്കിയിട്ട് അതിൻ്റെ പാകത്തിനനുസരിച്ച് ഉപയോഗിക്കുക. ഇനി പാവക്ക ഒന്ന് 2 കഷ്ണങ്ങളായിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അതിന് ശേഷം അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളയണം. കുരു കളഞ്ഞതിന് ശേഷം പാവക്കയുടെ ഉള്ളിലുള്ള ആ വെളുത്ത ഭാഗമൊക്കെ ഒന്ന് കത്തി കൊണ്ട് ചുരണ്ടി മാറ്റാം. ആ ഭാഗമൊക്കെ കളയുമ്പോഴത്തേക്കും പാവക്കയുടെ കയ്പ്പൊക്കെല്ലാം കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി പാവക്ക നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. വീണ്ടും ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാവക്ക മുഴുവനും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയുടെ തൊലി കളഞ്ഞും മാങ്ങയും ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 3/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അരക്കുന്നതിന് മുൻപായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്ക് അരക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ചെറിയ ജാർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി തേങ്ങയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചു വരുമ്പോഴത്തേക്കും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങയിൽ കാണുന്ന പോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മാങ്ങ ഞാനിവിടെ ഈ സൈസിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ പച്ചക്കറികളും നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉള്ളി പച്ചമുളക് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയും കൂടി ചേർത്ത് കൊടുക്കാം. പാവക്ക ചേർത്തൊരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പാവക്ക ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് പാവക്ക ഒന്ന് വേവിച്ചെടുക്കണം. പാവക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 4-5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പാവക്ക ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ മാങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. മാങ്ങക്ക് വേവ് കുറവായതുകൊണ്ടാണ് നമ്മളിത് പകുതി വേവാകുമ്പോൾ മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മതി. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. മാങ്ങ ചേർത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മിക്സി കഴുകിയ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ കറി കൂടുതൽ വെള്ളം പോലെയായി പോകാനും പാടില്ല, കൂടുതൽ കുറുകി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്.
കറി കൂടുതൽ തിക്കാണ്, അതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് പാനൊന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റും കൂടി വെക്കണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയെല്ലാം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും കീറിയതും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് പൊട്ടിച്ചത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ പാവക്ക മാങ്ങ തേങ്ങ അരച്ച കറി റെഡിയായി കഴിഞ്ഞാൽ ഈ ചൂടോടെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് കാരണം പാവക്കയുടെ കയ്പ്പൊന്നും അറിയുക പോലുമില്ല. കുട്ടികൾക്ക് പോലും ഇത് വളരെ ഇഷ്ടപ്പെടും. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.